അടുത്തത് നമുക്ക് കോട്ടയം ജില്ലയിലേക്ക് പോവാം. കോട്ടയം ജില്ലയിൽ നിന്നും ജി ശ്രീജിത്ത് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീജിത്ത്, കോട്ടയം ജില്ലയിലും ഈ പറയുന്ന പോലെ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഇന്നലെയൊക്കെ സംസാരിക്കാൻ ഇടയായത്. കാരണം നദികളിൽ നിന്നൊക്കെ വെള്ളം വലിയുന്നതിനോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മിക്ക സ്ഥലങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഇന്നലെ തൊട്ട് വീണ്ടും മഴയൊക്കെ ശക്തമാകുന്നു. ഇന്ന് വീണ്ടും അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ ജില്ലയിൽ ഒട്ടാകെ അവധിയില്ലായിരുന്നു. ചില താലൂക്കുകളിൽ മാത്രമാണ് കോട്ടയം ജില്ലയ്ക്ക് അവധി ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ വീണ്ടും കോട്ടയം ജില്ല മുഴുവൻ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? മഴ തുടരുകയാണ്. ഇന്നലെ ഒരു വൈകുന്നേരം മുതൽ ശക്തമായ മഴ, തുടർച്ചയായ മഴ തന്നെ പെയ്യുന്നു. അത് മലയോര മേഖലയിലും ഒപ്പം തന്നെ ഈ കോട്ടയം നഗരം ഉൾപ്പെടെയുള്ള മേഖലകളിലും പടിഞ്ഞാറൻ മേഖലകളിലും എല്ലാം സമാനമായ സ്ഥിതി തന്നെയാണ് ഉണ്ടാകുന്നത്. അതായത് ഇന്നലെ ഏതാണ്ട് ഉച്ചയോടുകൂടി റെഡ് അലർട്ട് വീണ്ടും പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഒരു സമയത്താണ് വീണ്ടും മഴ കനക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്ന് രാവിലെയും ആ മഴ തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലെല്ലാം മഴയുണ്ട് എന്നുള്ളതാണ് ജില്ലയുടെ ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. എന്തായാലും ഈ മഴ തുടരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പല നദികളിൽ ജലനിരപ്പ് വീണ്ടും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വലിയ നിലയിലുള്ള അതല്ല, മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും എത്തിയിട്ടില്ല. പക്ഷെ പാല പോലുള്ള മേഖലകളിലൊക്കെ വെള്ളം വീണ്ടും ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ആശങ്കയായി നിൽക്കുന്നത്. ഇന്നലെ നമ്മൾ പോകുമ്പോൾ ഈ കുമരകം റോഡിന്റെ ഇരുഭാഗത്തുള്ള വീടുകളിലൊക്കെ വെള്ളക്കെട്ട് തുടരുകയായിരുന്നു. അതായത് കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഏതാണ്ട് വെള്ളത്തിലാകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും വെള്ളം ഉയർന്നു വരികയാണെങ്കിൽ അത് സ്ഥിതിഗതികൾ കൂടുതൽ മോശമാക്കും, വഷളാക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കിഴക്കൻ മേഖലയിലൊക്കെ ഈ ഈരാറ്റുപേട്ടയിലും പാലിലുമൊക്കെ കടകളിലൊക്കെ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പലയിടത്തും റോഡുകൾക്ക് തകരാറുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഇന്ന് ഈരാറ്റുപേട്ടയിൽ രാവിലെ സന്ദർശനത്തിനും എത്തുന്നതായി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ജില്ലയിലാകെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഇന്ന് ഓറഞ്ച് അലർട്ടാണുള്ളത്. പക്ഷെ പുലർച്ചെ ഒരു 5 മണി മുതൽ 3 മണിക്കൂർ റെഡ് അലർട്ട് വീണ്ടും പ്രഖ്യാപിച്ചിരുന്നു. ഈ 3 മണിക്കൂർ. എന്തായാലും ഇന്ന് പകൽ വീണ്ടും മഴ അതിശക്തമായി തുടരുകയും ഉരുൾപൊട്ടൽ പോലുള്ള സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യുന്നത് ജില്ലയെ സംബന്ധിച്ച് വലിയൊരു ആശങ്കയായി തുടരുകയാണ്. എന്തായാലും ഈ എത്ര ദിവസം, എത്ര മണിക്കൂറുകൾ മഴ തുടരും? ഈ രാവിലെയുള്ള ഈ സമയത്ത് അതിശക്തമായ മഴയല്ല, പക്ഷെ ഒരു മഴ ഉണ്ട് മുഴുവൻ സമയവും എന്നുള്ളതാണ് ഒരു ആശങ്ക. ശരി ശ്രീജിത്ത്, കോട്ടയത്ത് നിന്നുമുള്ള വാർത്തകളാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കോട്ടയത്ത് വെള്ളം ഇറങ്ങി തുടങ്ങിയിരുന്നു. മുനിസിപ്പാലിറ്റിയിലൊക്കെ ജലനിരപ്പ് താഴ്ന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ചെറിയൊരു മഴ ഇങ്ങനെ നിലനിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉയർത്തുന്നെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള മേഖലകളിലും ജനങ്ങൾക്ക് ചെറിയ രീതിക്കുള്ള ഭീതി ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.